ഇന്ന ഷയ്യക്കും ലശത്ത, നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നങ്ങളാകുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ ചില കാര്യങ്ങൾ അന്നത്തെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നങ്ങളാകുന്നു. അപ്പോൾ ആർ കൊടുക്കുകയും സൂക്ഷിക്കുകയും ഏറ്റവും നല്ലതിൽ വിശ്വസിക്കുകയും ചെയ്തുവോ അത്യന്തം എളുപ്പമായതിലേക്ക് അവനു നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ആർ പിശുക്കു കാട്ടുകയും ധന്യത നടിക്കുകയും ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തുവോ അത്യന്തം ഞെരുക്കമായതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിന് ഒരു അവതരണ പശ്ചാത്തലമായിട്ട് തഫ്സീറുകളിൽ പറയുന്നത് അബൂബക്കറിനെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അബൂബക്കർ അന്ന് വലിയ കഴിവൊന്നുമില്ലാത്ത അടിമകളെ, അതായത് വളരെ ദുർബലരായിട്ടുള്ള വലിയ ഗുണമൊന്നുമില്ലാത്ത അടിമകളെ പൈസ കൊടുത്ത് വാങ്ങുകയും അവരെ മോചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അബൂബക്കറിൻ്റെ വാപ്പ തന്നെ അബൂബക്കറിനോട് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. നീ എന്തിനാണ് ഈ ഒന്നിനും കൊള്ളാത്ത അടിമകളെ വാങ്ങുന്നത്, നിനക്ക് വല്ല ഉപയോഗമുള്ള അടിമകളെ വാങ്ങിയാൽ പോരെ എന്ന രീതിയിൽ സംസാരിക്കേണ്ടായി. അപ്പോൾ ഒരു പുണ്യം എന്ന നിലക്ക് ഈ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി വാങ്ങുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിൻ്റെ അടുത്ത് കൂടുതൽ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല കാര്യം എന്ന നിലക്കാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ അബൂബക്കറിനെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്യമാണ് ഇത് എന്നാണ് സന്ദർഭം വിവരിക്കുന്ന തഫ്സീറുകളിൽ കാണുന്നത്. ഒന്നുകൂടെ വായിക്കാം. നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നങ്ങളാകുന്നു. കാരണം മനുഷ്യർ രണ്ട് തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റൊന്ന് നിസ്വാർത്ഥമായിട്ട് ദൈവപ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആര് കൊടുക്കേണ്ടത് കൊടുക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഏറ്റവും നല്ലതിൽ വിശ്വസിക്കുകയും ചെയ്തുവോ അത്യന്തം എളുപ്പമായതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു എളുപ്പമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അത് ഇഹലോകത്തെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യമാണോ ആവാം, അല്ലെങ്കിൽ പരലോകത്തെ കാര്യവും ആവാം. ആര് പിശുക്ക് കാട്ടുകയും ധന്യത നടിക്കുകയും ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തുവോ അത്യന്തം ഞെരുക്കമായതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നേരെ തിരിച്ചാണ്, അവർക്ക് ഞെരുക്കമുള്ളതിലേക്കാണ് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നും പറയുന്നുണ്ട്. വീഴുമ്പോൾ തൻ്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല. ഇവിടെ നരകത്തിൽ എന്നാണ് ബ്രാക്കറ്റ് കൊടുത്തില്ല. അപ്പോൾ ഇവൻ പോയി നരകത്തിൽ വീഴുമ്പോഴോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലോ അവൻ്റെ ഈ പൈസ കൂട്ടിവെച്ചുകൊണ്ടൊന്നും അവന് യാതൊരു കാര്യമില്ല. അവൻ ആ പൈസയൊക്കെ നല്ല കാര്യത്തിന് ചിലവഴിക്കട്ടെ എന്ന അർത്ഥത്തിൽ ഇതൊക്കെ വളരെ നല്ല ആശയങ്ങളാണ് എന്ന് പറയാം. അതിൻ്റെ സന്ദർഭം ഇതായിരുന്നു. അബൂബക്കർ എന്തൊക്കെയോ സൽക്കർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ വാപ്പ ആ സൽക്കർമ്മങ്ങൾ കൊണ്ടൊന്നും അനക്ക് വലിയ ഗുണമില്ലല്ലോ എന്ന രീതിയിൽ കുറ്റപ്പെടുത്തി. ആ സമയത്ത് വാപ്പാക്കെതിരെ ഈ മകൻ അനുകൂലമായിട്ട് അള്ളാഹു ഇറങ്ങി പറഞ്ഞതാണ് ഇതൊക്കെ.